നമ്മുടെ നിത്യജീവിതത്തിലെ ഈ ആചാരങ്ങളും അതിൻ്റെ അന്ധവിശ്വാസങ്ങളും അതിൻ്റെ ചരിത്രവും അന്വേഷണങ്ങളിലും ഉള്ള ഒരു വിഷയമാണ് സാറേ ഈ 13 എന്ന അശുഭ സംഖ്യ. അതായത് 13 എന്ന ഒരു സംഖ്യ പലയിടത്തും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ നമ്മൾ MLA ക്വാർട്ടേഴ്സിൽ പോയാൽ നമ്മൾ MLA ക്വാർട്ടേഴ്സിൽ എല്ലാ MLA പോയാൽ 13 എന്ന റൂമുണ്ട്. പക്ഷെ അവിടെ ആരും താമസമില്ല. മനസ്സിലായില്ലേ? ഈ അടുത്ത കാലത്ത് വരെ നമ്മളെ ഔദ്യോഗിക വാഹനങ്ങളിൽ മന്ത്രിമാരുടെ ചിഹ്നത്തിൽ 13 ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മളെ MIVK മന്ത്രിയായ സമയത്തൊക്കെ 13 തന്നെ ഉപയോഗിച്ചു നമ്മൾ കേട്ടതാണ്. അപ്പം ഈ 13 എന്ന അക്കം പലയിടത്തും അശുഭ സംഖ്യയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ എൻ്റെ ചരിത്രപരമായ പ്രാധാന്യം അല്ല, അത് എൻ്റെ വലിയ രസം. ഈ പണ്ടിരിക്കുക ഏതോ ഒരു മന്ത്രിസഭ ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. കാറുകൾക്ക് മുഖ്യമന്ത്രി മുതൽ 1, 2, 3 നമ്പർ ഇടുമല്ലോ. 13ാമത്തെ കാർ ആക്കും വേണ്ട, അങ്ങനെ ഒരു കാലം. അപ്പോൾ നമ്മുടെ ജനപ്രതിനിധികളിലും വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിലും 13 മോശമായി കാണുന്നുണ്ട്. പല ലോഡ്ജുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ 12 കഴിഞ്ഞാൽ 14, അല്ലെങ്കിൽ 12 കഴിഞ്ഞ് 12A അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ 13 എന്ന് പറയുന്ന അശുഭമായി കാണും. ഇത് ഒരു 500 കൊല്ലത്തിന് മുമ്പുള്ള ഒരു കൃതികളിലോ ഒരു ഇതിഹാസങ്ങളിലോ ഒരിടത്തും തന്നെ അങ്ങനെ പറഞ്ഞു കാണുന്നില്ല. അപ്പൊ നമുക്കൊരു 500 കൊല്ലത്തിന് ശേഷമാണ് ഈ പറയുന്ന 13 അശുഭ സംഖ്യയായി മാറുന്നതിന് കാരണം. ഇത് 1498 പോർച്ചുഗീസുകാരിവിടെ വന്നതിന് ശേഷമാണ് ഈ കുഴപ്പം ആരംഭിക്കുന്നത്. 13 അശുഭ സംഖ്യയായി ആരംഭിക്കുന്നത്. കാര്യം യൂറോപ്യന്മാർ 13 ഒരാവശ്യത്തിനും എടുക്കാറില്ല. ഇന്നും യൂറോപ്യന്മാരെ സംബന്ധിച്ചുള്ളത് ഒരു അശുഭ സംഖ്യ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഇവിടത്തെ അന്ധവിശ്വാസമല്ല. അപ്പൊ അന്ധവിശ്വാസം എല്ലായിടത്തും ഉണ്ട്. ഇത് ഒരു കാരണവശാലും 13 യൂറോപ്യന്മാർ എടുക്കാറേയില്ല. അപ്പൊ ഇതിനെ അന്വേഷിച്ച് അതിനെക്കുറിച്ച് പലതും കേൾക്കുന്നു. പക്ഷെ എങ്കിലും വിശ്വസനീയമായി കിട്ടുന്ന ഒരു വാർത്ത, യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ, ഇന്ന് സംസാരിക്കുന്ന ദിവസം വ്യാഴാഴ്ച. ഇതുപോലെ ഒരു പെസഹ വ്യാഴാഴ്ച യേശുക്രിസ്തുവും 12 ശിഷ്യന്മാരും ഇരുന്ന് തിരുവത്താഴം കഴിക്കുന്നു. ഈ തിരുവത്താഴം കഴിക്കുമ്പോൾ ഈ 13-ൽ ക്രിസ്തുവിനെ അടക്കം 13-ൽ ഒരാളാണ് യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു ഒറ്റുകൊടുക്കപ്പെടുന്നത് 13 എന്ന് പറയുന്ന അക്കത്തിലുള്ള ആളുകൾ അവിടെ ഇരുന്നത് കൊണ്ടാണ് എന്നൊരു വിശ്വാസം പരക്കെ യൂറോപ്പിൽ വ്യാപിച്ചു. അങ്ങനെയാണ് 13 അന്ധവിശ്വാസമായി മാറിയത്. വേറെന്ന് പറയുന്നത് യഹൂദരിൽ നിന്ന് ക്രിസ്ത്യാനികൾ കടമെടുത്തതാണ്. യഹൂദരുടെ ഇടയിലെ പാരമ്പര്യമായി തന്നെ ഈ 13 മോശ സംഖ്യയായി കണ്ടിരുന്നു. അങ്ങനെയാണ് ഇത് വന്നത് എന്നും പറയപ്പെടുന്നു. പുറത്തുനിന്ന് വന്ന സാധനം അല്ല. പക്ഷെ ഇത് പറയുമ്പോൾ നമ്മൾ വലിയ മിടുക്കന്മാരെന്നൊന്നും നമ്മൾ പറയണ്ട. നമ്മളെ ഇടയിലും ഉണ്ട് ഈ കുഴപ്പം. നമ്മൾ 4 മോശമായ സംഖ്യയായിട്ടാണ് നമ്മൾ എടുക്കുക. 8 ഇരട്ട സംഖ്യകളെല്ലാം നമുക്ക് മോശമാണ്. കാറ് രജിസ്ട്രേഷൻ നമ്പർ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഒറ്റ സംഖ്യ കിട്ടുമെന്നാണ് ആദ്യം ഏജന്റ് ചോദിക്കുന്നത്. അതിന് പ്രത്യേകം പൈസ കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ 18 നമുക്ക് ഭയങ്കര ദിവ്യമായ സംഖ്യയാണ്. കാര്യം എന്താണ്? മഹാഭാരതത്തിൽ 18 പർവ്വങ്ങൾ, 18 ദിവസത്തെ യുദ്ധം, 18 അക്ഷൗഹിണിപ്പട, അങ്ങനെ മഹാഭാരതവുമായി ബന്ധപ്പെട്ട് 18 നമ്മൾ വളരെ ദിവ്യമായി കാണാറുണ്ട്. 7 നമ്മളെ ദിവ്യ സംഖ്യ, സപ്തർഷികളുടെ ദിവസം എന്നുള്ള നിലയ്ക്ക് 7 നമ്മൾ കാണാറുണ്ട്. 1 നമ്മൾ കാണാറുണ്ട്. 3 ത്രിമൂർത്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അങ്ങനെ കാണാറ്. അപ്പൊ ഈ അക്കങ്ങളെ മോശമായും ദിവ്യമായും കാണുന്ന സ്വഭാവം ഏതാണ്ട് മനുഷ്യ സഹജമാണ്. വടക്കും കിഴക്കും പടിഞ്ഞാറും ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു തരത്തിലെ മറ്റൊരു തരത്തിൽ എല്ലായിടത്തും തന്നെ സംഖ്യകളെ സംബന്ധിച്ചിടത്തോളം ദിവ്യത്വവും അതിൻ്റെ മോശത്വവും ഇന്നും നിലനിന്ന് വരുന്നു. അതിലൊന്നാണ് ഈ 13. അപ്പൊ ഈ 13 പണ്ടുണ്ടായ വിശ്വാസം, അന്ധവിശ്വാസം ഇപ്പോഴും തുടർന്നു. എന്തുകൊണ്ടാണ് എന്ന് ആരും ചോദിക്കാറില്ല, അന്വേഷിക്കാറുമില്ല. 13 മോശമാണ്, അതുകൊണ്ട് 13 വേണ്ട. 13-ാം തീയതിയും നമ്മളൊന്നും ചെയ്യാറില്ല. 13 ലോഡ്ജ് നമ്പർ വേണ്ട, 13 കാർ നമ്പർ വേണ്ട. അങ്ങനെയാണ്. ഒന്നും വേണ്ട. നമ്മൾ ഇവിടെ ചെന്ന് നോക്കുന്നത്, നമ്മൾ ഒരു RTO ഓഫീസിൽ ചെന്ന് അവിടുത്തെ ജോലിയുള്ള ഒരു പിയൂണിനോട് ചോദിച്ചാൽ മതി, ഈ നമ്പറിന് കിടന്ന ആളിൽ തള്ളുന്നു. അയ്യോ സാറേ, അതെല്ലാം ഒറ്റ നമ്പറിന് വേണ്ടിയാണ്, കൂട്ടി വരുമ്പോൾ ഒറ്റ കിട്ടണം. മനസ്സിലായില്ലേ? അന്ധവിശ്വാസം ഇപ്പോഴും. അപ്പൊ ഈ 13 ഒരു വളരെ പ്രധാനപ്പെട്ട അന്ധവിശ്വാസം, മറ്റെതിരെ കുറഞ്ഞ അന്ധവിശ്വാസം എന്നുള്ളത് 2 അന്ധവിശ്വാസം തന്നെ.